കാരണം ഒരു പ്രത്യേക ക്രിട്ടിക്കൽ പോയിന്റിൽ പാർട്ടിയെ വിട്ട ചതിയനാണ്. അദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, താല്പര്യമില്ല, ചെയ്യുന്ന പ്രശ്നമില്ല. ഗോവിന്ദൻ മാഷി തന്നെ കൊണ്ട് നടന്നോട്ടെ. അദ്ദേഹം നമ്മുടെ പിന്നെ സന്ദീപ് വാര്യരെ കുറിച്ച് എന്ത് മനോഹരമായ വാക്ക് ഉപയോഗിച്ചിരുന്നു അദ്ദേഹം. ഇപ്പൊ എന്താ പറയുന്നത്? സന്ദീപ് വാര്യർ CPM-ൽ പോയാൽ സന്ദീപ് വാര്യർ വളരെ മിടുക്കനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്, തറവാടിത്തുള്ളവനാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ വന്നപ്പോൾ അതെല്ലാം മാറിയില്ലേ? അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ക്വാളിറ്റിയാണ്. വായി തോന്നിയതും സമയത്ത് തോന്നിയതും സന്ദർഭത്തിൽ തോന്നിയതും വിളിച്ച് പറയുന്നവൻ രാഷ്ട്രീയക്കാരനല്ല, അവൻ രാഷ്ട്രീയത്തിലെ ഭ്രാന്തി വികാരത്തിന്റെ ഉടമസ്ഥനാണ്. എന്ത് യാഥാർത്ഥ്യത്തിന്റെ പുറത്ത് അദ്ദേഹം ഈ പറയുന്നതെല്ലാം തിരിച്ചും മറിച്ചും പറയുന്നത്? അയാളെങ്കിൽ ഇതെല്ലാം പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചോദിച്ച ഉത്തരം പറ, നിങ്ങൾക്കറിയില്ല. അതെല്ലാം അവർ പറഞ്ഞല്ലേ, അദ്ദേഹം പറഞ്ഞെങ്കിൽ പിന്നെ അവർക്കെന്താ അഭിപ്രായ സ്ഥിരത? പിന്നെ അവർ വന്ന് രംഗത്തിറങ്ങി സജീവമായി അവരാഗ്രഹിച്ചത് വന്നിട്ടുണ്ടാവാം. ഞങ്ങൾ ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല, അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും, സ്വാഭാവികമാണ്. അത് നമ്മൾ രാഷ്ട്രീയ എതിരാളികളിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെയുണ്ട്. ഒന്നുപോലെ ആവില്ല 2, 2 പോലെ ആവില്ല 3. അപ്പൊ സ്വാഭാവികമായും ചെറിയ കുറ്റമില്ല, ചെറിയ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അവർ. അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കതറിയില്ല. ഞങ്ങൾ പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു വോട്ട് ചെയ്യണമെന്നോ സഹായിക്കണമെന്നോ ഞങ്ങൾ പോയി പറഞ്ഞ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് അർഹതയുള്ളൂ. എന്തെല്ലാം കളിച്ചു? ട്രോളി മാത്രമാണോ? വേറെ എന്തെല്ലാം കളിച്ചു? ഒന്നും ബന്ധില്ലല്ലോ. എല്ലാം വേവാത്ത പോലെ അതാ അങ്ങാടിപ്പുറത്ത് വീടിച്ച് തെറിക്കുന്നു. കഷ്ടം. അതെ, പക്ഷെ ഇതൊരു ചതിവാണ്. ഇദ്ദേഹത്തിന്റെ പോക്കൊരു ചതിവാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, കഴിഞ്ഞ തവണ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച ഒരാൾ, തോറ്റൊരാൾ ഇത്തവണ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഇലക്ഷന്റെ തലേന്നാണ് അങ്ങോട്ടേക്ക് ചാടുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ കൂടെ നിർത്തും? പറയും. ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വേണ്ടെന്ന് പറയുന്നത്. കോൺഗ്രസിന് പോയവരെ തിരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊന്നും ഇതുപോലത്തെ ചതിവ് കാണിച്ചിട്ടില്ല. ഇതൊരു ചതിവാണ്. പ്രത്യേകിച്ചും വ്യക്തിപരമായി KPCC പ്രസിഡന്റോട് കാണിച്ച ചതിവാണ്. എന്റെ കയ്യിൽ പരാതി ഇതുവരെ വന്നിട്ടില്ല. ഞാനാണ് KPCC അധ്യക്ഷൻ. പരാതി ഉണ്ടെങ്കിൽ KPCC അധ്യക്ഷനാണ് പരാതി കൊടുക്കേണ്ടത്. എന്റെ കയ്യിൽ ഇതുവരെ ആരുടെ ഭാഗത്തും പരാതി വന്നിട്ടില്ല. പരാതി വന്നാൽ അതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, ഒരു ഈച്ച പോലും കൂടെ പോയിട്ടില്ല എന്ന്. അത്ര ശരിയാന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? പാലക്കാട് വിജയം പോലെ തന്നെ ചേലക്കരയിലെ പരാജയവും പാർട്ടി പഠിക്കുന്നു. ഉറപ്പായിട്ട് പഠിക്കാനൊന്നുമില്ല. പഠിച്ചതെടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ 10ലേക്ക് എത്തിയത്. അത് മനസ്സിലാക്കുക. 38, 39 നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ 38 വർഷക്കാലം CPM-ന്റെ കയ്യിൽ വെച്ചൊരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ 10,000-ലേക്ക് ആ ഭൂരിപക്ഷം താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ തരണം. ലോക്സഭാ ഇലക്ഷനിൽ തോറ്റൊരു സ്ഥാനാർത്ഥിയാണ് ചേലക്കരയില്. അതൊക്കെ സ്വാഭാവികം. തോറ്റ സ്ഥാനാർത്ഥി മത്സരിച്ച സ്ഥാനാർത്ഥി തോക്കും, സ്വാഭാവികം. അപ്പൊ തെരഞ്ഞെടുപ്പിലുള്ള സാധാരണ പ്രക്രിയ മാത്രമാണ്. അതിലൊന്നും ഒരു കുറ്റം പറയാനൊന്നും ഒന്നുമില്ല. ആ കുറ്റത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അല്ല, അവിടെ ഇപ്പൊ സംഘടനാ രംഗത്ത് എന്തെങ്കിലും പാകപ്പിഴ വന്നു എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും സ്വാഭാവികമായും. ഞങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ, ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങൾ പലരും തന്നൊരു മെഷൻ അവിടെ സംഘടനാ മെക്കാനിസം കുറച്ച് വീക്കാണ് എന്നുള്ളതായിരുന്നു കിട്ടിയത്. പക്ഷേ അത് ഞങ്ങൾ നല്ല നേതൃത്വത്തെ കൊണ്ടുപോയി എല്ലാ മണ്ഡലത്തിലും ബൂത്തിലും ഞങ്ങൾ കുത്തി നിറച്ച് അവരാണ് ഇലക്ഷൻ നടത്തിയത്. അതുകൊണ്ടാണ് ഇത്രയേറെ ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്തി ചങ്ങലക്കിടാൻ സാധിച്ചത് നമുക്ക്. അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോയേനെ എന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇത് രാഷ്ട്രീയ വോട്ടാണ്. CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയ വോട്ടാണ്, ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ വോട്ടാണ്. വ്യക്തിയെ നോക്കിയിട്ടൊന്നും ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാറില്ല.
ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്ന് വേണ്ടേ ചേലക്കരയില്? ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ 40 വന്ന വികാരമല്ലേ? അത് 40-40 മേലെയാണോ? ഏത് 40-10 വന്നിട്ട് ഭരണം തേടുക? ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഞാൻ ചോദിക്കുന്നു, CPM-ന്റെ ആളുകൾ, CPM-ഓട് ഞാൻ സ്നേഹപുരുഷനും ഉപദേശിക്കുന്നു, സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ CPM-ന് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് പല സ്ഥലത്തും. ആ വോട്ട് CPM-ന്റെ വിചാരകൾക്ക് വിധേയമായി നിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടി പ്രവർത്തകരുടെ വോട്ടാണ്. ആ വോട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ വോട്ട് ഞങ്ങൾക്ക് വന്നുവെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ വോട്ട് അങ്ങോട്ട് പോയിട്ടില്ല, CPM-ന്റെ വോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടാണ്. പാലക്കാട് വോട്ടാണ് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ വോട്ടിൽ തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണോ പാലക്കാട്ട്? എങ്ങനെ വോട്ടുകളിലാണ് ഇത്തവണ കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത് പാലക്കാട്? അതിൽ എഴുതി വെച്ചിട്ടില്ല. അല്ല, ബാലറ്റിൽ എഴുതി വെച്ചിട്ടില്ല ഈ ശ്രീധരന്റെ വോട്ടാണ് ഈ വോട്ട്. ഓരോ കാലഘട്ടത്തിൽ വരുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് ആരാണോ വരുന്നത് ആ വോട്ട് ചെയ്യും. അത് സ്വാഭാവികമാണ്. അതിലൊന്നും ശ്രീധരന്റെ വോട്ടാണോ? ശ്രീധരൻ അങ്ങനെ ഒരു സ്വന്തം വോട്ട് ഉണ്ടാകാൻ അയാൾ രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. അയാളൊരു വലിയൊരു പ്രതിഭയാണ്. ആ പ്രതിഭയ്ക്ക് കിട്ടിയ വോട്ടാണ് അദ്ദേഹത്തിന്റെ വോട്ട്. അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയ വോട്ടല്ല ആ വോട്ട്. അത് ഓർക്കണം നിങ്ങൾ. ഈ ശ്രീധരൻ എന്ന് പറയുന്ന പ്രൗഢോജ്വലമായ ഒരു രംഗത്ത് നിൽക്കുന്ന ഒരു വലിയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് വ്യക്തികളുടെ വോട്ടാണ്. സ്വാഭാവികമായും നാട്ടിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വോട്ട് പോയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ടാണ് ശ്രീധരന്റെ വോട്ട്. ഇതല്ല, ഇത് രാഷ്ട്രീയത്തിന്റെ വോട്ട്. ഉറപ്പായിട്ട് ഒരനവസരവും ഇല്ല. അവസരം തന്നെയാണ്. ഇലക്ഷന് മുമ്പല്ലാണ്ട് പിന്നെ എപ്പോഴാണ് ആളെ കൂട്ടേണ്ടത്? ഒരാൾ വരാൻ തീരുമാനിച്ചാൽ അത് തെരഞ്ഞെടുപ്പിന് മുമ്പല്ലാണ്ട് പിന്നെ എപ്പോഴാണ് പൂർത്തീകരിക്കേണ്ടത്? ഇലക്ഷൻ കഴിഞ്ഞിട്ടോ? അദ്ദേഹം വന്നപ്പോഴുണ്ടായിരുന്ന ഒരു ചലനമില്ലേ? അദ്ദേഹത്തിന് കുറേ അനുയായികളില്ലേ? അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരില്ലേ? അവരെങ്കിലും തിരിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം നിൽക്കൂലേ? അദ്ദേഹം പോയ പാർട്ടിയോടൊപ്പം അവരും നിൽക്കൂലേ? സ്വാഭാവികല്ലേ? അത് നേടുവാനല്ലാതെ അത് നഷ്ടപ്പെടുത്തുകയില്ല. ബുദ്ധിയുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ചെയ്യും. അത് എന്റെ തലയിലും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. അല്ല, ആ ബുദ്ധിയാണെങ്കിൽ അത് അവൻ സഹിച്ചോട്ടെ, ആയിക്കോട്ടെ. സന്ദീപ് വാര്യർ നമ്മളെ കൂടെ നിർത്തി നമ്മൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യും. 100% ഉറപ്പ്. ഇനി നമ്മളെ സരിൻ പോയെ സരനെ അവർ പ്രൊട്ടക്ട് ചെയ്യട്ടെ. ഞങ്ങളെ ഒരു ഉറച്ച സ്റ്റാൻഡ്, നിലവിൽ ഭൂമിയുള്ളവരുടെ കയ്യിലെ ഭൂമി അവർക്ക് തന്നെ നൽകി ഈ വിഷയം തീർക്കണമെന്നാണ് ഞങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞത്. അതാണ് ഞങ്ങളുടെ അപ്രോച്ച്. ആ അപ്രോച്ചിലേക്ക് തന്നെ അത് എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ജുഡീഷ്യൽ കമ്മീഷൻ ആയാലും അത് ആ വഴിക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് അവരല്ലേ തീരുമാനിക്കണ്ടേ, ഞങ്ങളല്ലല്ലോ. ഞങ്ങൾക്ക് ഇപ്പോൾ അവരുടെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തീർത്തിരിക്കണമെന്നൊക്കെ പറയാൻ പറ്റുമോ? അവരൊക്കെ ഹൈ ലെവൽ ഉദ്യോഗസ്ഥന്മാരല്ലേ, അവർ ചെയ്യട്ടെ. ജനതയുടെ ആവശ്യമുണ്ടല്ലോ. 43 ദിവസമായി നിരാഹാരമിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആവശ്യത്തിൽ അത് വേഗം തീർക്കേണ്ടതല്ലേ? അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വേഗം തീർക്കേണ്ടതാണെങ്കിൽ പോലും കുറ്റമറ്റ രീതിയിൽ തീരാൻ ഇത്തിരി സമയം എടുക്കേണ്ടി വന്നാലും അത് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.